ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കുറുക്കനും കൊക്കും താമസിച്ചിരുന്നു. അവർ നല്ല ചങ്ങാതിമാരായിരുന്നു. എങ്കിലും ചില കാര്യങ്ങളിൽ കുറുക്കന് കൊക്കിനോട് ദേഷ്യമായിരുന്നു. എങ്ങനെയെങ്കിലും കൊക്കിനെ പറ്റിക്കണമെന്ന് കുറുക്കൻ തീരുമാനിച്ചു. അതിനുള്ള മാർഗവും കണ്ടെത്തി. ഒരു ദിവസം കുറുക്കൻ അത്താഴം കഴിക്കാൻ കൊക്കിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അടുത്ത ദിവസം തന്നെ കൊക്ക് കുറുക്കൻ്റെ വീട്ടിലെത്തി. കുറുക്കൻ സന്തോഷത്തോടെ കൊക്കിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനായി രണ്ടുപേരും തീൻമേശക്കരികിലെത്തി. വിളമ്പി വച്ചിരിക്കുന്ന സൂപ്പിലേക്ക് ചൂണ്ടി കുറുക്കൻ പറഞ്ഞു, വളരെ രുചികരമായ ഒരു സൂപ്പാണിത്. നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. പക്ഷേ കൊക്ക് വിളമ്പി വെച്ചിരിക്കുന്ന പരന്ന പാത്രത്തിലേക്ക് ദുഃഖത്തോടെ നോക്കി. തൻ്റെ നീളമുള്ള കൊക്കുകൊണ്ട് എങ്ങനെ ഇത് കഴിക്കുമെന്ന് ആശങ്കയായി. പക്ഷേ കുറുക്കൻ പെട്ടെന്ന് സൂപ്പെല്ലാം കുടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇത്രയും രുചിയുള്ള സൂപ്പ് കഴിച്ചിട്ടേയില്ല. കൊക്ക് തൻ്റെ വിഷമം പുറത്ത് കാണിക്കാതെ അടുത്ത ദിവസം തൻ്റെ വീട്ടിലേക്ക് അത്താഴത്തിന് വരണമെന്ന് പറഞ്ഞു. കൊക്കിൻ്റെ ക്ഷണം കുറുക്കൻ സ്വീകരിച്ചു. അടുത്ത ദിവസം കുറുക്കൻ കൊക്കിൻ്റെ വീട്ടിലെത്തി. കൊക്ക് കുറുക്കനെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. സൂപ്പിൻ്റെ നല്ല മണം മൂക്കിലടിച്ചപ്പോൾ കുറുക്കന് കൊതി തോന്നി. കൊക്ക് 2 നീളമുള്ള ജാറുകളിൽ സൂപ്പ് എടുത്തു വെച്ചു. ഇത് കണ്ട് കുറുക്കൻ അന്താളിച്ചു പോയി. നീളമുള്ള ജാറിൽ നിന്നും തനിക്ക് സൂപ്പ് കുടിക്കാൻ പറ്റില്ലെന്ന് കുറുക്കന് മനസ്സിലായി. താൻ കൊക്കിനെ പറ്റിച്ചതുപോലെ കൊക്ക് തന്നെയും പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയ കുറുക്കൻ നാണിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു.